ഒരു പത്രപ്രവർത്തകൻ്റെ കൗതുകത്തോടുകൂടെയുള്ള നോട്ടങ്ങളെക്കുറിച്ച് അതിന് തൊട്ടു മുമ്പേ പറയുകയുണ്ടായി. നമ്മൾ കൊല്ലത്തിൻ്റെ കഥകൾ പല രൂപത്തിൽ, അത് 12.5 കമ്പനിയുടെ കഥയെടുത്താലും ഇങ്ങ് വേട്ടക്കുട്ടിയമ്മയുടെ കഥയെടുത്താലും എപ്പോഴും അങ്ങനെ മലയാളിക്ക് പരിചിതരല്ലാത്ത പലരെയും നോക്കിയൊരു ഇന്ദുഗോപൻ ബെന്യാമിൻ പരാമർശിച്ച ഇന്ദുഗോപനാണ്. അങ്ങനെ ബെന്യാമിനിലേക്കും പലപ്പോഴും ഇന്ദുഗോപൻ്റെ ഒരു നോട്ടം തീർച്ചയായും പോയിട്ടുണ്ടാവും. ആത്മകഥ ഇന്ദുഗോപൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ആത്മകഥ ഇനി എഴുതേണ്ടതില്ല എന്ന് പറയുമ്പോൾ കണ്ട കാഴ്ചകളെ ആത്മകഥകളാക്കി, ആത്മകഥകളെ ഫിക്ഷനുകളാക്കി ഇന്ദുഗോപൻ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നായിരിക്കും അതിൽ ബെന്യാമിൻ്റെ പേര് ചേർക്കപ്പെടുക? അതിനെത്ര വലുപ്പം ഉണ്ടാവും? എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മളെല്ലാവരും ധരിക്കുന്നത് പോലെ ഒരേ തരം സ്വഭാവത്തിലുള്ള ആൾക്കാരല്ല ഈ എപ്പോഴും നമ്മുടെ സൗഹൃദത്തിൽ വരുന്നത്. ഈ അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾ രൂപം മുതൽ നോക്കുക. താടിയും മുടിയും ഉള്ളൊരു മനുഷ്യനാണ് ബെന്യാമിൻ. ഇതൊന്നുമില്ലാത്ത ഒരു മനുഷ്യനാണ് ഞാൻ എന്നിടത്ത് അത് തുടങ്ങുക. ബെന്യാമിൻ ഒരു വലിയ വായനക്കാരനാണ്, ഭയങ്കരമായ വായനക്കാരനാണ്. ഞാൻ അങ്ങനെ ഒരു വായനക്കാരനേ അല്ല എന്ന് പറയണം. എൻ്റെ ധാര എന്നൊക്കെ പറയുന്നത് പിന്നെ ഈ പറയുന്ന കണക്കുള്ള മനുഷ്യർ എഴുതാനിരിക്കുന്നതിൻ്റെ പിന്നാലെയുള്ള ഗവേഷണം നിത്യജീവിതത്തിലും അല്ലാതെ അങ്ങനെയുള്ള 2 തരത്തിൽ പോകുന്ന പിന്നെ റൈറ്റിംഗ് ശൈലിയും ഒക്കെ പോകുന്ന തരം 2 മനുഷ്യരാണ്. ഞങ്ങളുടെ സൗഹൃദങ്ങളിൽ ഞങ്ങളങ്ങനെ സാഹിത്യം സംസാരിക്കാറുമില്ല. സംസാരിക്കാൻ പലപ്പോഴും പറ്റില്ല. അപ്പം അതിൻ്റെ അന്തർധാര എന്ന് പറയുന്നത് 2 സൗഹൃദം, മാനുഷികത, അല്ലെങ്കിൽ ഏതാണ്ട് ഒരേ തരം പ്രായത്തിലുള്ള 2 മനുഷ്യർ, അവരന്ന് ജീവിച്ച ഒരു കേരളം, ഞങ്ങളൊക്കെ വളരെ സാധാരണക്കാരായ മക്കളുടെ ഇതായി ജനിച്ച് സാധാരണമായ മനുഷ്യർ ക്രിക്കറ്റ് കളിച്ച പണ്ടത്തെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളതാണ് ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ പറയുന്നത്. അല്ലാതെ ഇവിടുത്തെ പ്രധാനപ്പെട്ട എഴുത്ത് എങ്ങനെയാണ്, അതെങ്ങനെ പിന്നെ അതിൻ്റെ മാതൃക എങ്ങനെ വെട്ടിപ്പിടി ഇത് ചെയ്യാം എന്നൊന്നുമേ അല്ല. മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരാളിനോട്ട് അടുക്കുന്നത് അയാളുടെ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അനുഗ്രഹത്തിന് ഞാൻ എക്കാലവും ബഹുമാനിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് തന്നെ ആ അനുഗ്രഹം ഉണ്ടാവണമെങ്കിൽ പല തരത്തിലുള്ള കാര്യങ്ങൾ കൂടിച്ചേരണം. നമ്മുടെ എഴുത്തിലെ ഒരു മാനുഷികത, നമ്മുടെ എഴുത്തിലെ ഒരു കാരുണ്യം, അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ ചേർന്നാൽ മാത്രമേ ഒരാളിൻ്റെ ഹൃദയത്തിലേക്ക്, പ്രത്യേകിച്ച് മലയാളിയുടെ ഹൃദയത്തിലേക്ക് ചെന്ന് കയറുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. അപ്പം ഞാൻ പറഞ്ഞ ആടുജീവിതത്തിൻ്റെയൊക്കെ കാര്യം പറയുമ്പോഴത്തേക്കും ആ സിനിമയുടെ കാര്യത്തിലൊക്കെ ഞാൻ നേരത്തെ ബെന്നിയെടുത്ത് പറയാറുണ്ട്. അത് ഷുവറാണ്, അത് 100 കോടി. കാര്യം വെച്ചാൽ അതിന്മേൽ അത്രമേൽ അനുഗ്രഹം വീണ് കിടപ്പുള്ള ഒരാൾ എന്നുള്ള ഒരു സന്ദർഭം അതിൻ്റെ അകത്തുണ്ട്. അത് അവിടെ നിൽക്കെ തന്നെ ഈ നമ്മൾ പറഞ്ഞ ഞങ്ങളിന്ന് ഒരു സാഹിത്യം എന്ന് പറഞ്ഞിട്ടോ ഒന്നുമില്ല. ഒരു മനുഷ്യർ രണ്ട് തരത്തിലുള്ള മനുഷ്യർ തമ്മിൽ നടക്കും. പിന്നെ ഒരു കരുതൽ ഉണ്ട്. ഒരു കരുതൽ ഞങ്ങളെല്ലാ യാത്രയിലും എനിക്ക് ലഭിച്ചൊരു കരുതൽ എന്ന് പറഞ്ഞാൽ ഒരു ശകലം പോലും ജിയോഗ്രഫി ഇല്ലാത്ത ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ, അതാണ് ഞാൻ പറഞ്ഞ വൈരുദ്ധ്യങ്ങളുടെ. പിന്നീട് സംബന്ധിച്ചാണെങ്കിൽ ജിയോഗ്രഫിയുടെ ഉസ്താദാണ്. നമ്മൾ എവിടെ കൊണ്ട് ഇറക്കി കൊടുത്താലും, ലോകത്തിൻ്റെ ഏത് ഭ്രമണപഥം ഉള്ള ഒരു സ്ഥലത്ത് കൊണ്ട് ഇറക്കി കൊടുത്താലും തിരിച്ച് ഈ ഒരു യാത്രാപാത കണ്ടെത്താൻ ബെന്നിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാനിതെൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ എന്നെ കൊണ്ടുവന്ന് ഇന്ന് രാത്രി ഇറക്കിയാൽ പോലും ഞാൻ ബുദ്ധിമുട്ടും എങ്ങനെ വീട്ടിൽ ചെന്ന് കയറുക. അപ്പം അങ്ങനെ അത്തരത്തിലുള്ള ഒരു സാധാരണ 2 മനുഷ്യർ തമ്മിലുള്ള ഒരു സൗഹൃദമായിട്ട് ആണ് ഞാനിതിനെ കാണുന്നത്. അതിൻ്റെ സാഹിത്യം അതിൻ്റെ അന്തർധാരയായി വർദ്ധിക്കുന്നു എന്നുള്ളതല്ലാതെ ചില സമയം ഒരു ചേട്ടനായിട്ടോ അതിലേറെ സമയങ്ങളിലും തോളിൽ കൈയിട്ട് നടക്കാൻ പറ്റുന്ന ഒരു സുഹൃത്തായിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് തമാശയും പറയാവുന്ന ഒരാളായിട്ടോ കരുതുന്ന ഒരാൾ എനിക്കെപ്പം വേണമെങ്കിലും വിളിക്കാവുന്ന ഒരാൾ, അങ്ങനെയൊക്കെയുള്ള എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിന് നിങ്ങളൊരു വലിയ എന്തുവാ ഇതിൻ്റെ ഒരു ഫോക്കസ് എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ സാഹിത്യവുമായി ബന്ധപ്പെട്ട ഒന്നുമേ അല്ല. ഞങ്ങളതിനെക്കുറിച്ച് സംസാരിക്കാറുമില്ല, ഒന്നുമേ ചെയ്യാറില്ല.